ഇത് കണ്ടോ, നമ്മുടെ റോസൊക്കെ ഫെയ്ഡായി, നല്ലോണം ഫെയ്ഡായി. ഇങ്ങനെ ഇത് എൻ്റെ പീസ് ആൻഡ് ലവ് ആണ്, നല്ല ഫെയ്ഡായി. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതാ സൈഡിൽ നിന്നൊക്കെ മുള വരാൻ തുടങ്ങി. അപ്പം ഇനി ഇത് വെച്ചിരുന്ന ചെടിക്ക് ഹെൽത്ത് കുറയുന്നല്ലാണ്ട് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പ്രൂൺ ചെയ്യേണ്ടത്. വേണ്ടോ എന്താ കണ്ടോ, ഇത്ര വെച്ചിട്ട് കട്ട് ചെയ്ത് കളയണം. കണ്ടോ, അതുപോലെ ഇത്തിരി നമുക്കിപ്പോൾ പൂവ് കാണുമ്പോൾ തോന്നും, അയ്യോ ഇത്തിരി നല്ല പൂവുണ്ടല്ലോ, എന്തിനാ കട്ട് ചെയ്ത്. പക്ഷേ ഇനി ഇത് വെച്ചിരുന്നാലില്ലേ ചെടിയുടെ ഹെൽത്ത് അങ്ങ് പോവും, ചെടി ആരോഗ്യം നശിച്ച് ചെടി ഇങ്ങനെ ശോഷിച്ച പോലെ ആവും. ഇപ്പം എന്താ കണ്ടോ, ഇനി ഇത് ഓൾറെഡി 2 എണ്ണത്തിൽ നിന്ന് വരുന്നുണ്ട്. കൂടാണ്ട് ഇതിൽ നിന്നൊക്കെ ഇനി പുതിയ ബ്രാഞ്ചസ് വരും. അപ്പോൾ ഈ കട്ട് ചെയ്ത് കളഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും വേണം. ഞാനിപ്പോൾ ഇതാ സാഫ് ഒന്നുകിൽ സാഫ് അല്ലെങ്കിൽ ബാവസ്റ്റിൻ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, സ്യൂഡോമോണസ് ഒന്ന് അല്ലെങ്കിൽ മറ്റേ നമ്മുടെ എക്സോഡസ്, അതൊക്കെ നമുക്ക് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ തൽക്കാലം സാഫ് ഒരു ചെടിയിൽ മാത്രമേ ഞാനിപ്പോൾ പ്രൂൺ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ സാഫ് അല്ല, കുറേ ചെടി നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഓരോ കട്ടിങ്സിലും സാഫ് തേക്കുന്നത് പ്രായോഗികമല്ല. അപ്പം നമുക്ക് എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഉത്തമം.